ഇനി നമുക്കുള്ളത് ലിമിറ്റ്സും കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ നമ്മൾ എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ഹാവ് ലിമിറ്റ് എൽ at x is equal to x0 if limit x tends to x0 f of x is equal to x0 പോകുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ആണ് എങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ എക്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് ഞാൻ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 എന്ന് വരും. അപ്പോൾ അതിന് ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് 2വിനോട് അടുക്കുന്നു. അപ്പോൾ എക്സ് 2വിനോട് അടുക്കുക എന്ന് പറയുമ്പം 1.9, 1.99, 1.98 അങ്ങനത്തെ വാല്യൂകളിൽ നിന്ന് 2 എത്താം. അല്ലെങ്കിൽ 2വിനേക്കാളും വലിയ 2.01, 2.02 എന്നുള്ള വാല്യൂസിൽ നിന്നൊക്കെ 2 എത്താം. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കറിയാം 2വിൻ്റെ വളരെ അടുത്ത് വരുമ്പം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? 4 വരും. എക്സ് 2വിനോട് വളരെ അടുത്ത് വരുമ്പം ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം 2 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ലിമിറ്റ് നോക്കുമ്പം 2വിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 എത്തുന്നതും 2വിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2 എത്തുന്നതും നമ്മൾ നോക്കും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 എത്തുന്നതിനെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്നാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു റൈറ്റ് സൈഡിൽ നിന്നുള്ളതിനാണ് ഇവിടെ നിന്ന് വരുമ്പോൾ 2 പ്ലസ് 2വിനേക്കാളും വലുതിൽ നിന്ന് വരും. റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളതിനെ 2 പ്ലസ് എന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റ് ലിമിറ്റ്, ഇത് റൈറ്റ് ലിമിറ്റ്. അപ്പോൾ ഈ രണ്ട് ലിമിറ്റുകളും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 2വിൻ്റെ ലിമിറ്റ് എക്സ് 2 പോകുമ്പോൾ 4 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സിലോണും ഡെൽറ്റയും വെച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ആ ഒരു പറയുമ്പോൾ എന്താ, ആ 2വിൻ്റെ നെയ്ബർഹുഡിൽ മൊത്തം ഞാനൊരു നമ്പർ വെച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്പർ വെച്ച് പറയുന്നത്. നമ്മൾ 2വിൻ്റെ ഒരു നെയ്ബർഹുഡ്, 2വിനേക്കാളും കുറച്ചും കൂടെ വലിയ നമ്പർ, 2വിനേക്കാളും കുറച്ചും കൂടെ ചെറിയ നമ്പർ. അപ്പോൾ 2 മൈനസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ 2വിനേക്കാളും ചെറുത്, 2 പ്ലസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ 2വിനേക്കാളും വലുത്. അപ്പോൾ 2വിൻ്റെ ഒരു ചെറിയ നെയ്ബർഹുഡ്, 2വിൻ്റെ ഒരു നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ ഇത് 2, ഇവിടെ 2 മൈനസ് ഡെൽറ്റ, ഇവിടെ 2 പ്ലസ് ഡെൽറ്റ. അപ്പം ഈ ഒരു ഇത്രയും പോയിന്റ് എന്ന് പറയുമ്പോൾ 2വിൻ്റെ ഒരു നെയ്ബർഹുഡ്. ആ നെയ്ബർഹുഡിൽ മൊത്തം നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സും ഇവിടുത്തെ ലിമിറ്റ് 4, എഫ് ഓഫ് എക്സ് മൈനസ് 4ൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാളും ചെറുതായിരിക്കും, ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ഒരു 1.9 എടുത്താൽ എഫ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് പറയുന്നത് 1.9 പ്ലസ് 2 മൈനസ് 4 ആണ്. അതിൻ്റെ മോഡുലസ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ 1.9 പ്ലസ് 2 എന്ന് പറയുമ്പോൾ അത് 3.9 ആണ്, അത് 0.1 വരും. ഇനി നമ്മൾ 1.99 ആണ് എടുക്കുന്നതെങ്കിൽ 1.99 പ്ലസ് 2 മൈനസ് 4, അപ്പോൾ അത് 0.01 ഉള്ള ഡിഫറൻസ്. ഇനി 2.01 പ്ലസ് 2 മൈനസ് 4 ചെയ്താൽ എക്സ് പ്ലസ് 2 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് നമ്മൾ 2.01 എടുത്താൽ അത് 0.01 ഉള്ളൂ. അപ്പം 2വിൻ്റെ ഒരു ചെറിയ നെയ്ബർഹുഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ വാല്യൂസ് എല്ലാം വളരെ ചെറുതായിരിക്കും. അതായത് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. അപ്പം നമ്മൾ റിയലിൻ്റെ ലിമിറ്റും കണ്ടിന്യൂറ്റിയുടെയും ഡെഫിനേഷൻസും കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്കത് കോംപ്ലക്സ് നമ്പറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം റിയൽ നമ്പർ സിസ്റ്റം പറയുന്നത്. അപ്പം നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സ് x0യോട് അടുത്തോട്ട് പോകുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എല്ലിനോട് അടുക്കുന്നു. അല്ലെങ്കിൽ എക്സും x0യും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാകുമ്പോൾ എക്സ് x0യോട് അടുക്കുന്നു, എക്സ് ടെൻസ് ടു x0 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ x0യോട് വരിക. അപ്പോൾ എക്സ് x0യിലോട്ട് പോകുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എല്ലിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അത് നമ്മളപ്പോൾ എപ്സിലോൺ ഡെൽറ്റയുടെ ടേംസിൽ പറയുവാണെങ്കിൽ എക്സ് x0യോട് അടുത്തോട്ട് പോകുക എന്ന് പറയുമ്പം എക്സും x0യും തമ്മിലുള്ള
തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുത്. ഡെൽറ്റ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡെൽറ്റ. അപ്പോൾ 0.01 അല്ലെങ്കിൽ 0.1 അങ്ങനത്തെ ചെറിയ പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ എപ്സിലോണും ഡെൽറ്റയും ഒക്കെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുവാണ് എക്സ് നോട്ടിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ എക്സും എക്സ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് അവ തമ്മിലുള്ള ആ ലെങ്തുകൾ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോഴെല്ലാം നമുക്ക് എന്താ പറയാം, എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അപ്പം നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് പറയുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു ഡെൽറ്റ, പോസിറ്റീവ് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് മൈനസ് എക്സ് നോട്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പം ലിമിറ്റ് എൽ ആവണമെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെറിയ ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ആ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് എക്സും x0യും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ വരും. അതായത് എക്സ് മൈനസ് x0 എക്സും x0യും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു x0 മൈനസ് ഡെൽറ്റ, x0 പ്ലസ് ഡെൽറ്റ ഫോമിലല്ലേ വരുന്നത്. അപ്പോൾ x0 മൈനസ് ഡെൽറ്റയ്ക്കും x0 പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് എക്സ് കിടക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സും എല്ലും തമ്മിൽ, അതായത് ഇവിടെ ഉത്തരം ഉദ്ദേശിക്കുന്നുള്ളൂ എക്സ് x0യോട് അടുക്കുമ്പം എഫ് ഓഫ് എക്സ് എല്ലിനോട് അടുക്കുന്നു, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ x0 ഒരു നെയ്ബർഹുഡിലാണ് കിടക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എല്ലിനോട് വളരെ അടുത്ത് കിടക്കുന്നു. ഇതാണ് റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഡെഫിനേഷൻ വരുന്നത്. ഇനി നമ്മൾ അത് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. അത് നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്, കോംപ്ലക്സ് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുവാണ് അതിൻ്റെ ലിമിറ്റ് എൽ ആണ് ആസ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട്. ഇസഡ് നോട്ടിലോട്ട് പോകുമ്പം എഫ് ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എൽ ആണ് എന്ന് പറയുന്നത്. അതിൻ്റെ നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അവിടെ മീനിങ് എന്താണ്, ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എന്താണ് പറയുന്നത്, മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ, എപ്പോഴാണ് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോൾ, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴല്ല, അതായത് ഇസഡും ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴല്ല എഫ് ഇസഡ് മൈനസ് എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ഇസഡ് എന്ന് പറയുക ഇസഡ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ്, ഇവിടെ കോംപ്ലക്സ് നമ്പറാണ്, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഇസഡ് നോട്ടിൻ്റെ ഒരു നെയ്ബർഹുഡ് അല്ലേ വന്നേക്കുന്നത്. നമ്മൾ ഓപ്പൺ അല്ലേ, ഓപ്പൺ നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ടാണ് നമ്മൾ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ റോ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഇസഡ് നോട്ടിൻ്റെ ഒരു ഓപ്പൺ നെയ്ബർഹുഡാണ് അല്ലേ. ഇസഡ് ഇഫ് ഇസഡ് ബിലോങ്സ് ടു ദ ഇസഡ് ഓപ്പൺ നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്, നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്. അപ്പം മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പം ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് നോട്ടിൻ്റെ നെയ്ബർഹുഡിലെ ഒരു പോയിന്റ് ആകുമ്പോൾ എഫ് ഓഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് പറയുന്നത്. എഫ് ഓഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എല്ല് തന്നെ ആയിരിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഓർക്കേണ്ട കാര്യം എന്താണ്, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് whenever mod z minus z naught less than delta modulus of f of z minus l is less than epsilon. അതായത് ഇസഡ് നോട്ടിൻ്റെ ഓപ്പൺ നെയ്ബർഹുഡിൽ ഇസഡ് കിടക്കുമ്പോഴല്ല, ഇസഡ് നോട്ടിൻ്റെ ഓപ്പൺ നെയ്ബർഹുഡിൽ കിടക്കുന്ന പോയിന്റുകൾക്കെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ വളരെ ചെറുതായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഓർക്കേണ്ട കാര്യം, മറ്റവിടത്ത് നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് x0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ x0 എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ x0 എടുത്താൽ ഇവിടെ x0 മൈനസ് ഡെൽറ്റ, ഇവിടെ x0 പ്ലസ് ഡെൽറ്റ. അപ്പം ഈ റിയൽ ആക്സിസിൽ മാത്രമേ എക്സ് മൂവ് ചെയ്യുന്നുള്ളൂ. ആ x0യുടെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും മാത്രമേ x0 അപ്രോച്ച് ചെയ്യുന്നു. അതായത് റിയൽ ആക്സിസിലെ മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇസഡ് കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇസഡ് നോട്ട് സെൻറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ അകത്തെ പോയിന്റുകളെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. റേഡിയസ് ഡെൽറ്റ വരുന്ന ഇസഡ് നോട്ട് സെൻറ്റർ വരുന്ന സർക്കിളിൻ്റെ അകത്തെ പോയിന്റുകളെല്ലാം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീനിങ് എന്താണ്, സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ടിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ കിടക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ അത് ഇസഡും നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ അത് ഇവിടെ കിടക്കുന്ന പോയിന്റ് ആകാം, ഇവിടെ കിടക്കുന്ന പോയിന്റ് ആകാം, ഇത് എവിടെ വേണേലും വരാം. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിൽ മാത്രമേ ആ പോയിന്റുകൾ വരുള്ളൂ. ആ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ എന്ന് പറയുന്നത് ഈ എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റുകളും റൈറ്റ് സൈഡിൽ ഈ നമ്പർ ലൈനിൽ മാത്രമേ വരുള്ളൂ. ഇത് ഈ സർക്കിളിലെ പോയിന്റുകളാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇസഡ് നോട്ടിലോട്ട് ഏതെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഇവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വരാം, ഏത് ഡയറക്ഷനിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമേ, ആ നമ്പർ ലൈൻ സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ, ആ റിയൽ ആക്സിസിൽ കൂടെ മാത്രമേ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിലോട്ട് പറയുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഇസഡ് നോട്ടിൻ്റെ ഏത് പോയിന്റ്, ഇസഡ് നോട്ടിലോട്ട് ഏത് ഡയറക്ഷനിൽ കൂടെ വേണം, കോംപ്ലക്സ് പ്ലെയിനിലെ ഏത് ഡയറക്ഷനിൽ കൂടെ വേണേലും ഇസഡ് നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പം ഓർക്കേണ്ട കാര്യം, ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever mod z minus z naught less than delta modulus of fz minus l is less than epsilon. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു z naught f of z is equal to l എന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ ഇസഡ് നോട്ടിനോട് അടുക്കുമ്പോൾ ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ. അതായത് ഇസഡ് എന്ന് പറയുന്ന പോയിന്റുകൾ ഈ ഓപ്പൺ ഡിസ്കിൻ്റെ എവിടെയെങ്കിലത്തെ ഡെൽറ്റ നെയ്ബർഹുഡിലെ പോയിന്റ്, അല്ലെങ്കിൽ ഇസഡ് നോട്ടുമായിട്ട് ഡെൽറ്റ നെയ്ബർഹുഡിൽ കിടക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഇസഡ് നോട്ടിൻ്റെ സെൻറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ അകത്തെ പോയിന്റുകളാണ് എങ്കിൽ എഫ് ഇസഡ് നോട്ടും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഫിഗർ വെച്ചിട്ട് പറയുവാണെങ്കിൽ, ഫിഗർ അവിടെ തന്നിട്ടുണ്ട്, നമ്മൾ സെൻറ്റർ ഇസഡ് നോട്ടുള്ളൊരു സർക്കിൾ, ആ സർക്കിളിൻ്റെ അകത്തെ പോയിന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഡോട്ടഡ് ആയിട്ട് സർക്കിൾ കാണിച്ചേക്കുന്നത്. അകത്ത് മാത്രം ഷെയ്ഡ്, ഞാൻ പേന അങ്ങ് വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യുന്നത്, ഇത് ഓപ്പൺ റീജിയൻ, ഈ സൈഡ് ഇല്ല, അകത്തെ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസഡ് നോട്ട് ഇവിടെ ഒരു പോയിന്റ്, ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ്, ഈ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ ഇസഡും ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ എഫ് ഓഫ് ഇസഡ് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു എഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എല്ല് സെൻറ്റർ വരുന്ന ഒരു എല്ല് സെൻറ്റർ വരികയും എല്ലിൻ്റെ ആ റേഡിയസ് എപ്സിലോണും എടുക്കുകയാണെങ്കിൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് എഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ എഫ് ഇസഡ് എന്ന് ഈ ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഇസഡ് എന്ന് പറയുന്നത് ഈ എപ്സിലോൺ സർക്കിൾ, എല്ല് സെൻറ്റർ വരുന്ന എപ്സിലോൺ ലെങ്ത് ഉള്ള സർക്കിളിൻ്റെ അകത്താണ് കിടക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇസഡ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിലെ ഒരു പോയിൻ്റാണ് ഇസഡ് എങ്കിൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എല്ലിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിലായിരിക്കും കിടക്കുന്നത്. അപ്പം പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയുന്നത് എന്താണ്, ഇസഡും ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഈ ഒരു ഇസഡും ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇസഡ് നോട്ട് സെൻറ്റർ വരുന്ന ലെങ്ത് റേഡിയസ് ഡെൽറ്റ ഉള്ള ഒരു സർക്കിളിൻ്റെ അകത്തെ ഒരു പോയിന്റ് ആയിട്ട് ഇസഡ് വരാം. ഇസഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം, എഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എല്ല് സെൻറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ റേഡിയസ് എപ്സിലോൺ ഉള്ള ഒരു സർക്കിളാണ് എടുക്കുന്നതെങ്കിൽ ഈ ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഇസഡ് എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ അകത്തെ ഒരു പോയിന്റ് ആയിട്ടല്ലേ വരുള്ളൂ. കാരണം ഇസഡും ഇസഡിനോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് ഇസഡും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇസഡും ഇസഡിനോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഇസഡിനോട്ട് സെൻറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഡെൽറ്റ ഉള്ള ഒരു സർക്കിളിൻ്റെ അകത്തെ ഒരു പോയിന്റ്.
എഫ് ഇസഡ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എല്ല് സെൻറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ അകത്തെ റേഡിയസ് എപ്സിലോൺ ഉള്ള ഒരു സർക്കിളിനകത്തെ പോയിൻ്റാണ് എഫ് ഇസഡ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഫിഗർ കൊണ്ട് വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്തു. ഇനി കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x0 എന്ന് പറയണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് c എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സ് നോട്ടിൻ്റെ കേസിലാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണെങ്കിൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അതായത് എക്സിൻ്റെ ലിമിറ്റ് ആ എക്സ് ടെൻസ് ടു x0 എന്ന് പറയുന്ന എഫ് ഓഫ് x0 തന്നെ വരുവാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x0. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് പ്ലെയിൻ്റെ കേസിലും വരുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് z0 ഇഫ് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് z0. എഫ് ഇസഡിൻ്റെ വാല്യൂ z0ലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എഫ് ഓഫ് z0 ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0 എന്ന്. ക്ലിയർ ആയോ? അതായത് ലിമിറ്റ് z ടെൻസ് ടു z0, z0ലോട്ട് പോകുമ്പം എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എഫ് ഓഫ് z0 ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0. ഇങ്ങനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം, അത് ഈക്വൽ ടു എഫ് ഓഫ് z0 ആയിരിക്കണം. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് z0 ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് z0 വരണ്ടേ. അപ്പോൾ ഓരോ എഫ്സോണ് കറസ്പോണ്ടിങ് ആയിട്ട് ദെയർ എക്സ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever mod z minus z0 is less than delta, modulus of f of z minus f of z0 is less than epsilon ആയിരിക്കണ്ടേ. നമ്മൾ മുമ്പേ പഠിച്ച ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഈക്വൽ ടു എല്ല് വരുന്ന എപ്പോഴാണ് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever z minus z0 is less than delta, modulus of f of z minus f of z0 is less than epsilon. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എഫ് z ഈസ് കണ്ടിന്യൂസ് അറ്റ് z0. അപ്പോൾ കണ്ടിന്യൂറ്റി ആവണമെന്നുണ്ടെങ്കിൽ z0ൻ്റെ നെയ്ബർഹുഡിൽ വരുമ്പോഴെല്ലാം എഫ് ഓഫ് z എന്ന് പറയുന്നത് എഫ് ഓഫ് z0ൻ്റെ നെയ്ബർഹുഡിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z0. ഇനി ആ ഡൊമെയിൻ നമ്മൾ എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഡൊമെയിനിൽ മൊത്തം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പറയും ഡൊമെയിൻ്റെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എഫ് z ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് ഡൊമെയിൻ എന്ന് നമ്മൾ പറയും. ഇനി നമുക്കുള്ളത് ഡെറിവേറ്റീവ് നമ്മൾ കോംപ്ലക്സ് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷനകത്തൊക്കെ നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ +2 നമ്മൾ ഡിഫറൻസിയേഷനും പഠിച്ച അവിടെയൊക്കെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇങ്ങനെയൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എഫിന് ഹാസ് എ ഡെറിവേറ്റീവ് അല്ലേ, എഫിനൊരു ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എഫിന് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി പറയാൻ നമ്മൾ ചിലപ്പോൾ എച്ച് വെച്ചിട്ടും പറയാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും എഫ് ആസ് എ ഡെറിവേറ്റീവ് എന്ന് അല്ലേ, എഫ് ആസ് എ ഡെറിവേറ്റീവ് അറ്റ് എക്സ് എന്ന് പറയും. അതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പറിലും നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലിമിറ്റ് അല്ല ഡെറിവേറ്റീവ് ഡിഫൈൻ, നമ്മൾ ലിമിറ്റ് ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് കോംപ്ലക്സ് നമ്പറിൽ ലിമിറ്റ് z ടെൻസ് ടു z0 ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z പ്ലസ് z0 z പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു z0 ഇങ്ങനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി സേ ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് z0 എക്സിസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി പറഞ്ഞാൽ നമ്മൾ z ഇസ് ഈക്വൽ ടു
ഇസഡ് നോട്ട് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്, നമ്മൾ ആ ഇസഡ് നോട്ട് നമ്മൾ ഡിഫറൻസ് ഡെൽറ്റ ഇസഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇതിനെന്തായിട്ട് മാറും? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് നോട്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇസഡിൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഇങ്ങനെയൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എഫിന് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് നോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പോയിന്റുകളും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിന്റ്, അല്ലേ? അല്ലെങ്കിൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദാറ്റ് ഡൊമെയിൻ എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ സാധാരണ പഠിച്ച റൂളുകളെല്ലാം, നമ്മുടെ സം റൂള്, കോഷ്യൻ റൂള്, മൾട്ടിപ്ലിക്കേഷൻ റൂള്, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂള്, ഈ ചെയിൻ റൂളുകൾ എല്ലാം നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ, സി ഒരു കോൺസ്റ്റൻറ്റും ആണെങ്കിൽ സി എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ്. അതുപോലെ എഫ് പ്ലസ് എഫും ജിയും കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂളുണ്ട്. എഫ് ജി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ്. അതുപോലെ തന്നെ നമുക്ക് കോഷ്യൻ റൂള് എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഫസ്റ്റ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നമ്മൾ ഡിഫറൻസിയേഷന് പഠിച്ച അതേ റൂളുകൾ കോംപ്ലക്സ് പ്ലെയിനിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇസഡ് റേസ് ടു എൻ, എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആയതുപോലെ ഇസഡ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എൻ ഇസഡ് റേസ് ടു എൻ മൈനസ് വൺ. അതുപോലെ തന്നെ നമുക്ക് മറ്റിടത്തുള്ള റിസൾട്ടാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഇസഡ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അത് നോട്ടിലോട്ട് ചെയ്യേണ്ടതാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ fz is equal to z square is differentiable for all z and has the derivative f dash of z is equal to 2z. അപ്പോൾ എഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഡിഫറൻഷ്യബിൾ ആണ്, എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിളും ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2z ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡാണ്. ഞാൻ നോട്ട് എഴുതിയിട്ട് അതൊരു ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നമ്മൾ നോട്ട് എഴുതിയപ്പം ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് തിരുത്തണേ. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഇസഡ് ആണേ, എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. നമ്മൾ ഇസഡ് നോട്ടിലോട്ട് പോകുമ്പോഴല്ലേ, ഇസഡ് നോട്ടിലോട്ട് പോകുമ്പം നമ്മൾ ഇല്ല ശരിയാ ലിമിറ്റിനാണ് ഡിഫറൻസ്. ഇവിടെ ഇസഡ് നോട്ട് തന്നെയാണ്. ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എന്ന്. ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എന്നുള്ളത് നമ്മൾ ഇവിടെയാണ്. ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് മൈനസ് ഇസഡ് നോട്ടാണ്. അപ്പം ഇസഡ് നോട്ടിലോട്ട് പോകുമ്പം ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. അപ്പം ഞാൻ ഇവിടെ എഴുതിയത് തെറ്റാണ്. ഇവിടെ നോട്ടിൻ്റെ അകത്ത് ആദ്യത്തെ ഇക്വേഷൻ 4 നോട്ടിൻ്റെ അകത്ത് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എന്നാക്കണേ. ഇത് പ്രശ്നമില്ല, നമുക്കിവിടെ ഇസഡ് നോട്ട് തന്നെയാണ്. നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഇസഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഇസഡ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡാണ്, മറ്റോട് നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ടാണല്ലോ. ഇവിടെ നമ്മൾ പറയുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ടാണ്. നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇസഡ് നമ്മൾ പറയുമ്പോൾ ജനറലി പറയുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഇസഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറയുമ്പം ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് സ്ക്വയർ അല്ല, എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയറാണ്. അപ്പം എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറയുമ്പം ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് സ്ക്വയർ മൈനസ് എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇസഡ് ഡെൽറ്റ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് വരും. അപ്പോൾ ഈ ഇസഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0, 2 ഇസഡ് ഡെൽറ്റ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്ന് വരും. ഒരു ഡെൽറ്റ ഇസഡ് നമുക്ക് കളയാം, കാരണം ന്യൂമറേറ്ററും ഡെൽറ്റ ഇസഡ് ആണ് ഡിനോമിനേറ്റർ. അപ്പം ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0, 2 ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് വരികയില്ലേ, കാരണം ഇവിടുന്ന് ഒരു ഡെൽറ്റ ഇസഡ് പോയി, ഇവിടുന്ന് ഒരു ഡെൽറ്റ ഇസഡ് പോയി, ഡിനോമിനേറ്ററിലും പോയി. ഇനി നമ്മൾ ഡെൽറ്റ ഇസഡിന് 0 കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ലിമിറ്റ് എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇസഡ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർബിട്രറി ആയിട്ട് ഇസഡായിട്ട് തന്നെ എടുത്തപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇസഡ്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എഫ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിൻറ്റ്സ് അല്ലേ. ദെർഫോർ f dash of z is equal to 2z. That is f is differentiable at all points